വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ബാങ്ക് വായ്പയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൻ തുക വീട്ടുവാടക നൽകുന്നതിന് പകരം ആ തുകയോടൊപ്പം അല്പം കൂടി ചേർത്ത് EMI അടച്ചുവീട്ടാമെന്ന സൗകര്യമാണ് ഹോം ലോണിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെയാകുമ്പോൾ പലർക്കും ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ വരികയും ആറ്റുനോറ്റ് നിർമ്മിച്ച വീടും സ്ഥലവും ബാങ്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തുച്ഛവിലയ്ക്ക് വിൽപ്പന നടത്തി കടം വീട്ടി വാടക വീട്ടിൽ അഭയം തേടും. മികച്ച ശമ്പളവും വരുമാനവുമായി കഴിഞ്ഞിരുന്നവർ പോലും അപ്രതീക്ഷിതമായി വരുന്ന ഇത്തരം സാമ്പത്തിക ചെലവുകൾക്ക് മുന്നിൽ ഇങ്ങനെ പതറിപ്പോകാറുണ്ട്. ഇതിൽ നിന്നും സാധാരണക്കാരെ രക്ഷപ്പെടുത്തുന്നതിനായാണ് മുൻകരുതൽ എന്ന നിലയിൽ സാമ്പത്തിക വിദഗ്ധർ 30-30-3 എന്ന നിബന്ധന നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ലോണിന്റെ EMI നിങ്ങളുടെ മാസവരുമാനത്തിന്റെ 30% മാത്രമായിരിക്കണം. അതായത് 50,000 രൂപയാണ് നിങ്ങളുടെ മാസവരുമാനമെങ്കിൽ EMI 15,000 രൂപയിൽ കൂടരുത് എന്നർത്ഥം. വീടിന്റെ 30% തുക ലോൺ അല്ലാതെ സ്വരൂപിക്കുക. അതായത് 18 ലക്ഷം രൂപയുടെ വീടാണ് നിർമ്മിക്കുന്നതെങ്കിൽ ആ തുകയുടെ 30%-മായ 5,40,000 രൂപ ലോൺ അല്ലാതെ തന്നെ സ്വരൂപിക്കണം. മൊത്ത വാർഷിക വരുമാനത്തിന്റെ 3 ഇരട്ടി വീടിനായി ചെലവഴിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഉദാഹരണത്തിന് വാർഷിക വരുമാനം 6 ലക്ഷം രൂപയാണെങ്കിൽ സ്വന്തമാക്കുന്ന വീടിന്റെ ബജറ്റ് 18 ലക്ഷത്തിൽ ഒതുങ്ങണം. ഈ നിബന്ധനകൾ പാലിച്ചാൽ ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടാതെ തന്നെ വീട് സ്വന്തമാക്കാനും മറ്റ് ചെലവുകൾ വഹിക്കാനും കഴിയും. ഇതിനു പുറമെ വീട്, ഗൃഹോപകരണ വായ്പ, സ്കൂൾ ഫീസ്, ഇൻഷുറൻസ് തുടങ്ങിയവ മൊത്തത്തിൽ ചേർന്നാൽ ഓരോരുത്തരുടെയും മാസ ശമ്പളത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ പകുതിയിൽ കൂടുതൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം. വീട് വാങ്ങുകയോ പണിയുകയോ ചെയ്യുമ്പോൾ ആദ്യം കണക്കിലെടുക്കേണ്ടത് ഇക്കാര്യം തന്നെയാണ്. സ്വപ്ന ഭവനത്തിന്റെ ബാധ്യത സാമ്പത്തികമായി നമ്മുടെ സ്വസ്ഥ ജീവിതം തകർക്കാതെ നോക്കണം.